പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായി സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപവസിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നേച്ചർ ലൈഫ് ടി വി സ്ഥിരമായി കാണുന്ന പലരും ഇടയ്ക്കിടെ ഉപവസിക്കാറുള്ളവരാണ്. അസുഖങ്ങൾ വരുമ്പോൾ ഉപവസിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നവരാണ്. പലപ്പോഴും ആദ്യത്തെ ഒരു ദിവസത്തെ ഉപവാസത്തിൽ തന്നെ രോഗം മാറുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യാറുണ്ട്. അതുകൂടാതെ ആഴ്ചയിലൊന്ന് ആരോഗ്യത്തിന് വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള നോമ്പുകൾ എടുക്കുന്നവരുമുണ്ട്. എനിക്കെന്ന് പറയാനുള്ളത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. ഓഗസ്റ്റ് മൗന ഉപവാസം കഴിഞ്ഞ 17 വർഷങ്ങളായി നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലും ജനാരോഗ്യ പ്രസ്ഥാനവും കൂടെ തുടർന്നു വരുന്ന ഒരു ഉപവാസ യജ്ഞമാണത്. സ്വന്തം കാര്യത്തിനല്ലാതെ നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി ചെയ്യുന്ന സമർപ്പണങ്ങളെയാണ് യജ്ഞങ്ങൾ എന്ന് പറയുക. ഇത് കീടനാശിനികൾ ഇല്ലാതാകണം, കീടനാശിനികൾ നിരോധിക്കണം എന്ന ഒരാവശ്യവുമായി, ആഗ്രഹവുമായിട്ടാണ് ഈ ഉപവാസം നടന്നു വരുന്നത്. ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബിട്ട ഓഗസ്റ്റ് 6 സ്മരണയിലാണ് ഉപവാസം തുടങ്ങുന്നത്. ബോംബ് വീണ ഇന്ത്യൻ സമയം രാവിലെ 8:15 സത്യാഗ്രഹികൾ മൗന ഉപവാസത്തിലേക്ക് നീങ്ങും. ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ബോംബ് വീണ സമയം രാവിലെ 11:02. ആ സമയത്താണ് മൗന ഉപവാസം സമാപിക്കുന്നത്. കീടനാശിനികൾ നിരോധിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ ഉപവാസം തുടങ്ങിയത്, നടന്നുകൊണ്ടിരിക്കുന്നത്. 17 പേരിൽ ആരംഭിച്ച ഈ മൗന ഉപവാസം 100-150 പേര് ഉപവസിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. 1,00,000 പേര് ഞങ്ങളോടൊപ്പം ഉപവസിക്കാൻ വന്നാൽ അന്ന് കീടനാശിനികൾ നിരോധിക്കുമെന്നുറപ്പുള്ളൊരു സമരം നമ്മൾ ആരംഭിക്കും. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. കീടനാശിനികളില്ലാത്ത ഭക്ഷണം കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി ചെറുവിരലനക്കാൻ ആരും തയ്യാറല്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇത് വെറും വനരോധനമായി മാറുകയേ ഉള്ളൂ. കൊണ്ട് ഈ ഉപവാസം, ഇപ്രാവശ്യത്തെ ഉപവാസത്തിൽ നിങ്ങൾ കൂടെ പങ്കെടുക്കണം. സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി കൂടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ആരോഗ്യ ജീവിതത്തിന് വേണ്ടി കീടനാശിനികൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് നാം തയ്യാറാവണം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ബഹുഭൂരിഭാഗം ജനങ്ങളും അത് ആഗ്രഹിച്ചാൽ നടക്കണം. അതുകൊണ്ട് ഈ 2026 ഓഗസ്റ്റ് 6 തുടങ്ങി 9 വരെയുള്ള ഉപവാസം പാലക്കാട് അകത്തേത്തറയിലുള്ള ശബരി ആശ്രമത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 5 വൈകിട്ട് എല്ലാവരും അവിടെ എത്തിച്ചേരണം. 4 ദിവസവും ഉപവസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 1 ദിവസം ഉപവസിക്കാം, 2 ദിവസം ഉപവസിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള സമയം ഈ ഉപവാസത്തിൽ പങ്കുചേരാം. അതിനെ അനുഭാവ ഉപവാസം എന്നാണ് ഞങ്ങൾ പറയുക. വെള്ളം കുടിക്കാം, മറ്റ് യാതൊരു സാധനവും കഴിക്കുന്നില്ല. തൃശ്ശൂരിൽ തേക്കങ്കാട് മൈതാനിയിലാണ് 1 വർഷം ഉപവാസം നടന്നത്. മൈതാനിയിൽ പന്തലെല്ലാം കെട്ടി ഉപവാസം നടക്കുമ്പോൾ നിരവധി ആളുകളാണ് ഉപവാസം കാണുന്നതിനു വേണ്ടി, അല്പമെങ്കിലും പങ്കെടുക്കുവാൻ
വേണ്ടിയൊക്കെ വന്നിരുന്നത്. തേക്കുംകാട് മൈതാനിയിൽ സ്ഥിരമായി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും ഉപവാസ സത്യാഗ്രഹത്തിനടുത്ത് വന്ന് അയ്യോ പച്ചവെള്ളം മാത്രം കുടിച്ച് 2 ദിവസമായി 3 ദിവസമായി, അയ്യോ 4ാമത്തെ ദിവസമാണ്, ഭയങ്കര സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. ഉപവാസം കഴിഞ്ഞ് ഒരു കരിക്കും വെള്ളവും കുടിച്ച് ബാഗും തോളത്തിട്ട് ഓരോരുത്തരും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ തൃശ്ശൂരുകാർ അമ്പരന്നു. അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല. 10-14 വർഷവും 15 വർഷവും ഒക്കെ ആയി സ്ഥിരം ഉപവസിക്കുന്ന പലരും ഇപ്രാവശ്യവും ഉപവസിക്കും. ചിലരാവട്ടെ എനിക്ക് 1 ദിവസം ഉപവസിക്കാൻ പറ്റും, 2 ദിവസം ഉപവസിക്കാൻ പറ്റുമോ അത് നോക്കണം എന്ന് കരുതിയെല്ലാം വന്നിരുന്ന പലരും 4 ദിവസവും ഉപവാസത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടെയാണ് തിരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപവാസത്തിൽ പരിചയമില്ല എങ്കിൽ പോലും ഈ ഉപവാസത്തിൽ നിങ്ങൾക്ക് വരാം. മറ്റ് ഉപവാസങ്ങൾ പോലെയല്ല, വളരെ പ്രത്യേകതകളുണ്ട്. മേൽനോട്ടത്തിന് ഞങ്ങളുണ്ട്, നേച്ചർ ലൈഫിലെ ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് അല്പം എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നിയാലും അത് പരിഹരിക്കാൻ സാധിക്കും. ഉപവാസത്തിൽ പ്രയാസം വരിക, എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, പ്രായമേറെ ചെന്നവർക്ക് സോഡിയം ഒന്ന് കുറയാനുള്ളൊരു സാധ്യത വരാം. മറ്റു ചിലർക്ക് അസിഡിറ്റി കൂടുതലുള്ളത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് വരാം. അത് ശരീരം കളയാനുള്ള നല്ലൊരവസരമായിട്ട് ഉപവാസത്തെ എടുക്കും. ചിലരൊന്ന് ഛർദ്ദിക്കാം. ഇപ്പോൾ വെള്ളം കൂടുതൽ കുടിച്ച് ഛർദ്ദിച്ചത് പോവുകയാണെങ്കിൽ ശരീരം രക്ഷപ്പെട്ടു. ചിലർക്ക് മലബന്ധം തോന്നാം, ചിലർക്ക് വയറൊന്ന് ചെറുതായിട്ട് ഇളകിയെന്ന് വരാം. അതല്ലാത്ത മറ്റു പ്രയാസങ്ങളൊന്നും ഉപവാസത്തിൽ കാണുന്നില്ല. നമ്മുടെ ഉപവാസത്തിൽ സർവമത പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയുടെ സമയം മാത്രമാണ് ആ പ്രാർത്ഥനയുടെ സമയവും സത്യാഗ്രഹികൾ മൗനത്തിൽ തന്നെ ആയിരിക്കും. അനുഭാവത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളത്, അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലാൻ അനുവാദമുള്ളത്. കൂടാതെ പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള ക്ലാസ്സുകളുണ്ടാകും. ഇപ്രാവശ്യം ജപ്പാനിലെ ഹിരോഷിമയിൽ നിന്നുള്ള സമാധാന പ്രവർത്തകർ ഓൺലൈനായി ഈ സത്യാഗ്രഹത്തിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം 4 ദിവസത്തെ ഗാന്ധി കഥ മഹാദേവ് ദേശായിയുടെ മകൻ നാരായൺ ദേശായി എൻ്റെ ഗുരുവാണ്. അദ്ദേഹമാണ് ഇന്ത്യയൊട്ടാകെ അവതരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തെ തുടർന്ന് ശോഭന രാധാകൃഷ്ണ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഗാന്ധിമാർഗ പ്രവർത്തകയാണ് അവതരിപ്പിക്കുന്നത്. അവർ 4 ദിവസവും നമ്മളോടൊപ്പം ഉണ്ടാവും, ഗാന്ധികഥ ചൊല്ലും. ഗാന്ധിജി സ്ഥാപിച്ച ഗുജറാത്തി വിദ്യാപീഠിൻ്റെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സുദർശൻ അയ്യങ്കാർ ലോകപ്രശസ്തനായ ഒരു ഗാന്ധിമാർഗ ചിന്തകനാണ്. അദ്ദേഹം പങ്കെടുക്കും. ഡോക്ടർ MP മത്തായി പൂർണ്ണസമയവും നമ്മളോടൊപ്പം ഉണ്ടാകും. വളരെ പ്രശസ്തരായ നിരവധി വ്യക്തികൾ ഈ ഉപവാസത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് വളരെ വളരെ പ്രഗത്ഭനായ ഒരാളെയാണ് ഞങ്ങൾ നോക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഞാനത് പറയാം. ഡോക്ടർ സുകുമാർ അഴീക്കോട് പല പ്രാവശ്യവും നമ്മുടെ ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സ്വാമി അഗ്നിവേശ്, മേധാ പട്കർ, ഡോക്ടർ ആനന്ദ് ഗോഖാനി, VS അച്യുതാനന്ദൻ, അങ്ങനെ നിരവധിയായ പ്രഗത്ഭ വ്യക്തികൾ ഈ ഉപവാസം സന്ദർശിക്കുകയും VM സുധീരൻ ഉപവാസം സന്ദർശിക്കുകയും സത്യാഗ്രഹികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ MA ജോൺ, അദ്ദേഹം 2 പ്രാവശ്യം ഈ ഉപവാസത്തിൽ പൂർണ്ണമായി പങ്കെടുത്ത് നേതൃത്വം നൽകി. ഉപവാസത്തിൻ്റെ ക്യാപ്റ്റൻ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. യശശരീരനായ
പരിസ്ഥിതി പ്രവർത്തകൻ ശോഭീന്ദ്രൻ മാസ്റ്റർ 2 പ്രാവശ്യവും ഉപവാസത്തിന് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ഉപവാസ പരിപാടിയാണ്. പ്രകൃതി ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രഭാഷണ പരമ്പരയുണ്ടാകും. ഇപ്രാവശ്യം നമ്മൾ ഉപവസിക്കാനിരിക്കുന്ന ശബരി ആശ്രമം മഹാത്മാഗാന്ധിയും കസ്തൂർബജിയും 3 പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. ദക്ഷിണേന്ത്യയിൽ ശബരി ആശ്രമം കൂടാതെ ഗാന്ധിജിയും കസ്തൂർബയും 3 പ്രാവശ്യം വന്നിട്ടുള്ളത് ശിവഗിരി മഠത്തിൽ മാത്രമാണ്. ഗാന്ധിജി നട്ട തെങ്ങ് 89 വയസ്സായി അവിടെയുണ്ട്. ഗാന്ധിജിയും കസ്തൂർബയും താമസിച്ച മുറി ഇപ്പോൾ ഒരു പ്രാർത്ഥനാലയമാണ്. അവിടെ ഇരുന്ന് ധ്യാനിക്കാം. തൊട്ടടുത്ത് തന്നെ കസ്തൂർബ ഗാന്ധി ഹരിജനങ്ങൾക്കായി തുറന്നു കൊടുത്ത അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതിനും തൊട്ടപ്പുറത്തായി സ്വാതന്ത്ര്യ സമര സേനാനികൾ നൂലുനൂറ്റ ഖാദി കേന്ദ്രമുണ്ട്. ആശ്രമത്തിൻ്റെ കുറച്ചു മാറി ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും സംഘവും റെയിൽവേ ട്രാക്കിലിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി പ്രകടനമായി നിൽക്കുകയാണ് അയിത്തവാദികൾ. അവിടേക്ക് എത്തിക്കാതെ ആശ്രമസ്ഥാപകനായ TR കൃഷ്ണസ്വാമി അയ്യരും സുഹൃത്തുക്കളും ചുവന്ന കൊടി കാണിച്ച് ട്രെയിൻ നിർത്തിച്ച് ഗാന്ധിജിയെയും കസ്തൂർബയെയും ഇറക്കുകയാണ് ചെയ്തത്. ചതുപ്പിൽ അവിടെ പലകകൾ ഇട്ടുകൊടുത്ത്. അതിന് റെയിൽവേ അധികാരികൾ കൂടെ സമ്മതം മൂളിയിരുന്നു. അപ്പോൾ ആ ട്രാക്ക് കാണാം. 5-ാം തീയതി വൈകിട്ട് ഒരു സ്വാതന്ത്ര്യ സമര തീർത്ഥാടന യാത്ര നമ്മൾ എല്ലാവരും കൂടെ നടത്തും. അതിലും വളരെ പ്രഗത്ഭനായ വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവ് നമ്മളോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പേര് പറയാറായിട്ടില്ല, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഏതായാലും ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഉപവാസമായിരിക്കും ഇപ്രാവശ്യം ശബരി ആശ്രമത്തിൽ നമ്മൾ നടത്തുക. നിങ്ങൾ കൂടെ വരണം, പങ്കെടുക്കണം. ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ദിവസമെങ്കിലും ശുദ്ധ ആഹാരത്തിനു വേണ്ടി, ശുദ്ധ ആരോഗ്യത്തിനു വേണ്ടി. കീടനാശിനികളാണ് പല രൂപങ്ങളിലായി ഇന്ന് നമ്മുടെ ആഹാര സാധനങ്ങളെയെല്ലാം വിഷലിപ്തമാക്കുന്നത്. നിരവധിയായ രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ നമുക്കുണ്ടാക്കുന്നത്. രോഗങ്ങളില്ലാത്ത സമൂഹത്തിലേക്ക് എത്തിച്ചേരാനെല്ലാം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്പസമയമെങ്കിലും ഞങ്ങളോടൊപ്പം നിങ്ങളൊന്ന് ചെലവഴിക്കണം. ഉപവാസ സത്യാഗ്രഹത്തിന് നിങ്ങളുടേതായ എല്ലാ സഹായ സഹകരണങ്ങളും വേണം. ഉപവസിക്കുന്ന ആളുകൾ 500 രൂപ വീതം എടുത്താണ് ഹാളിൻ്റെ റെൻറ്റും മൈക്കിൻ്റെ കാശും നോട്ടീസ് തുടങ്ങിയിട്ടുള്ള ചിലവുകളെല്ലാം നടത്തുന്നത്. ഇത്രയും കൊല്ലം അങ്ങനെയാണ്. ഇപ്രാവശ്യം നിങ്ങളുടെ സംഭാവനകൾ അത് കിട്ടുകയാണെങ്കിൽ ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ ശക്തമാക്കാൻ സാധിക്കും, വ്യാപിപ്പിക്കാൻ സാധിക്കും. ഓരോ ദിവസവും ഓരോ ജില്ലകളിലായി എല്ലാ മാസവും 1 തുടങ്ങി 14 വരെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രകളും കുറെ കൂടെ നമുക്ക് നന്നായി നടത്താൻ സാധിക്കും. ദയവായി നിങ്ങൾ വരണം, പങ്കെടുക്കണം, സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം 2026 ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ഓൺലൈൻ യോഗം നാം നടത്തുന്നുണ്ട്. കുറെ കൂടെ വിശദമായി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും പേര് രജിസ്റ്റർ ചെയ്യാനും നേച്ചർ ലൈഫിൻ്റെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 9496 94 96 044 503. ശബരി ആശ്രമം തന്നെ സന്ദർശിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു ധന്യമായ അനുഭവമായിരിക്കും. മൺമറഞ്ഞുപോയ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള നമ്മുടെ ഒരു കടമ കൂടിയാണത്. പ്രത്യേകിച്ച്
കോൺഗ്രസിൻ്റെ 2ാം പ്രവിശ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളപ്പെട്ട TR കൃഷ്ണസ്വാമി അയ്യരുടെയും ഈശ്വരി അമ്മാളിൻ്റെയും സ്മരണയിൽ അല്പസമയം വന്ന് ചേരുക. അത് സ്വാതന്ത്ര്യം, നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോടുള്ള ഒരു നീതി കൂടിയായിരിക്കും. ദയവായി വരുമല്ലോ. സുഹൃത്തുക്കളോടൊത്ത് നന്ദി, നമസ്കാരം.